ഹലോ അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മളെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതിന് മുന്നത്തെ നമ്മുടെ ട്രിപ്പിൻ്റെ വീഡിയോ പാർട്ട് 1 കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ആദ്യം പോയിട്ട് കണ്ടിട്ട് നിങ്ങൾ തിരിച്ചു വന്ന് ഈ ഒരു വീഡിയോ കാണണം കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണല്ലേ? അതെ അതെ, ആദ്യമായിട്ട് ലാൻഡ് ചെയ്യുന്ന ആ ഒരു ഇതിലാണ് കേട്ടോ ഫീലിംഗ്. ഉമ്മ ചിരിക്കുകയാണ്. ആ ഒരു ജസ്റ്റ് നമ്മൾ ആ ലാൻഡ് ചെയ്യുന്ന ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ ഭയങ്കര ആ ഒരു ടൈം പറഞ്ഞാൽ ഒരു പഴയകാലമാണ് സത്യം പറഞ്ഞാൽ. ആ ഒരു ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ അത് വന്നിട്ട് ബ്രേക്ക് പോകും. അപ്പോൾ ഇസു ചോദിക്കുകയാണ് സംഭവം, ഇതെന്താ ബ്രേക്ക് കിട്ടണില്ലേ മമ്മ, ബ്രേക്ക് കിട്ടണില്ലേ നിൽക്കാഞ്ഞിട്ട്. അപ്പോൾ അവനിങ്ങനെ ചോദിക്കുകയാണ് എന്നോട് കേട്ടോ. അങ്ങനെ പിന്നെ ഏതായാലും അൽഹംദുലില്ലാ നമ്മളവിടെ സേഫായിട്ട് തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മാറി കയറണം കേട്ടോ, വേറെ ഫ്ലൈറ്റിൽ തന്നെ മാറി കയറണം. അങ്ങനെ ഏകദേശം ഫ്ലൈറ്റൊക്കെ ഒന്ന് ചാലായപ്പോൾ തന്നെ എല്ലാവരും അവരുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഉമ്മാനോട് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ സുൻക ചോദിക്കുന്നുണ്ട് കേട്ടോ. സുൻക നമ്മളെ ഭാഗത്തല്ലല്ലോ ഇരുന്നത്, നേരെ കുറച്ച് തൊട്ട ബാക്കിലായിട്ടാണ് കേട്ടോ. തൊട്ട ബാക്കിൽ. അതെ അതെ, എങ്ങനെയുണ്ട് ഉമ്മ ഫ്ലൈങ്? അതെ അൽഹംദുലില്ലാ റാഹത്തായിട്ട് ഏതായാലും ഇതാക്കി എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് അങ്ങോട്ട് നമുക്ക് നടക്കാനുണ്ട് കേട്ടോ. അപ്പം അതിലൂടെ നടന്നിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് കേട്ടോ. ബാംഗ്ലൂർ എയർപോർട്ട് ഒന്ന് കാണേണ്ട എയർപോർട്ട് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു അടിപൊളിയല്ലേ. ഇനിയിപ്പം വേറെ ഏത് സ്ഥലത്തുള്ളതിനേക്കാളും ഇന്ത്യയില് ബെസ്റ്റ് എയർപോർട്ടിൽ ഒന്നാണല്ലോ. അതെ അതെ, അപ്പോൾ നല്ല അടിപൊളി. അവിടെ ഏകദേശം ദുബായ് എയർപോർട്ടിനൊക്കെ ഒരു സാമ്യമുള്ള അത്രയും സെറ്റപ്പ് ആണ്. അതെ, ഭയങ്കര പച്ചപ്പാണ് അല്ലേ, ഒരു നാച്ചുറൽ ഫീലിംഗ് ആണ് അവിടെ. അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ ഗേറ്റ് വേയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ പോകുന്നത് എവിടേക്കാണെന്നുള്ളത് കുറേ പേര് ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പം ഇവിടുന്ന്, അതായത് കണക്ഷൻ ഫ്ലൈറ്റ് ആണ്, ഇവിടുന്ന് പിന്നെ നേരെ നമ്മൾ ഗുജറാത്തിലേക്കാണ് പോകുന്നത്. നമുക്കിപ്പം ഓൺലൈൻ ബിസിനസ് ഉണ്ടല്ലോ, ഇപ്പം ഇൻസ്റ്റയിൽ ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു പേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇസബെല്ല ഫാഷൻസ്. അപ്പം അതില് നമുക്ക് വെബ്സൈറ്റിൽ ബിസിനസ് നടക്കുന്നുണ്ട്. അപ്പൊ അത് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ജിനുവിന്റെ പ്രസവവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് സ്റ്റോപ്പ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ രണ്ടാമത് അതിലേക്കുള്ള സ്റ്റോക്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് പർച്ചേസിങ്ങിന് വേണ്ടി പോവാണ്. അപ്പൊ പർച്ചേസിങ്ങിന് പോകുമ്പോൾ ഏതായാലും ജിനുവിന്റെ കൂടെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കൊരു ട്രിപ്പ്, അതായത് ഒരു ഫ്ലൈറ്റ് യാത്രയായി, പിന്നെ നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ടായാലും നമുക്ക് സേഫ് ആയല്ലോ മക്കളെ കൂടെ. അങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പം ഉമ്മനെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് ഒറ്റ ഫ്ലൈറ്റ് കയറിയപ്പോൾ തന്നെയുള്ള സന്തോഷമാണ് കാണുന്നത്. അതെ, ഇനിയിപ്പോൾ തിരിച്ച് വേറൊരു ഫ്ലൈറ്റ് കൂടി പോകണം. അപ്പോൾ ഈസുക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇതാണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാൻ നിൽക്കുന്നില്ല. അവിടെ ഇവിടെ ഒന്നും പൊട്ടിത്തെറി ഒന്നിക്കിൽ പാർക്കിൽ കളിക്കണം. പക്ഷെ പാവാണ്, നമ്മളെ കൂടെ ഇങ്ങനെ വരികയല്ലേ, ഇൻഷാ അല്ലാഹ് അവനെ കൊണ്ടുപോകണിട്ട് ഞങ്ങൾ. അങ്ങനെ പിന്നെ നമ്മൾ ഏകദേശം അവിടെ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു ലോകത്തേക്ക് മറ്റൊരു ലോകത്ത് ഒരുപാട് നടക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ പുറത്തോട്ട് നോക്കിയാൽ ഇപ്പോൾ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഉമ്മാക്ക് ഇങ്ങനെ അതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സുൻക ഇങ്ങനെ ഉമ്മാനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറ്റിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ അങ്ങനെ ഇനി പറ്റിക്കാൻ കഴിയില്ല, ആദ്യമൊക്കെ പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് നമ്മൾ ഇതാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇവിടെ ഈ ഒരു ടൈം നമ്മളിപ്പോൾ ഉച്ച ടൈമിൽ അപ്പോഴാണ് അതിന്റെ ഉപകാരം മനസ്സിലാണ്. കാരണം കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ ബാംഗ്ലൂരിലേക്ക് 1 മണിക്കൂർ ഫ്ലൈങ്, അത് കഴിഞ്ഞിട്ട് 2.5 മണിക്കൂർ ഈ എയർപോർട്ടിൽ ഇരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് രാവിലെ ഇറങ്ങിയതാണ്. അപ്പം ആ സമയത്ത് ഒന്ന് എയർപോർട്ടിന്റെ ഉള്ളിൽ നല്ല ഉച്ചഭക്ഷണം കിട്ടൂല, നല്ല ചോറും കാര്യങ്ങളൊന്നും കിട്ടുകയാണെങ്കിൽ തന്നെ ഭയങ്കര ഒരു 1000 അബോ ഒരാൾക്ക് തന്നെ പ്രൈസ് വരും. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ നല്ല നെയ്ച്ചോറും ആ കോഴിക്കറി ഇതൊക്കെ കൂട്ടിയ നല്ല വായൻ്റെലൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി വെച്ച സാധനം, അപ്പൊ അതൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് തുറന്നിട്ട് കഴിച്ചപ്പോ എയർപോർട്ടിന്റെ ഉള്ളിൽ നിന്ന് എല്ലാരും ഒരിക്കലും ഇങ്ങനെ കൊതിച്ച് നിക്കണല്ലോ അറിയാം. എല്ലാരും വല്ല ബ്രെഡോ കേക്കോ എന്തെങ്കിലും കഴിക്കണം. സ്വന്തം അതിനാരും മടി വിചാരിക്കൊന്നും വേണ്ട. പിന്നെ കണക്ഷൻ ഫ്ലൈറ്റും കൂടി ആകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് വരി ഒന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു ടൈം വേസ്റ്റ് ഒന്നും ഇല്ല. നമുക്ക് നമ്മുടെ ആ ഒരു ഇതിൽ നല്ല ഉഷാറായിട്ട് കഴിക്കാം. അങ്ങനെ പിന്നെ അൽഹംദുലില്ലാ നമ്മൾ അടുത്ത ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. അപ്പം അതും എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ തന്നെയാണ് അല്ലേ. അപ്പം എയർ ഇന്ത്യ എക്സ്പ്രസ് ഒക്കെ ഇപ്പോൾ വലിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സീറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പം അതിന് നമ്മൾ തൊട്ട് മുന്നിലും ബാക്കിലും ആയിട്ടാണ് കേട്ടോ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇസുക്കുട്ടനും ഉമ്മയാണ് പിന്നെ മുന്നിലിരുന്നത്, ഞാൻ സുൽത്താന്റെ കൂടെ കേട്ടോ. അതെ, സുൽക്കിയും ഇസ്താനും കൂടി ഇരുന്നാൽ പിന്നെ രണ്ടുപേരും വിൻഡോ സീറ്റിന് അടിയാണ്. അങ്ങനെ പിന്നെ നമ്മളെ തലേ ബേബി അപ്പോൾ ഉറങ്ങുകയാണ് കേട്ടോ നമ്മളെ ഫ്ലൈറ്റ്. അതെ, താലിയ. അപ്പൊ എല്ലാവരുടെയും ഇത് പ്രകാരം നമ്മള് ലിയമോളെ വിളിക്കാം അല്ലെ, അല്ലെങ്കിൽ ഇഷ, ഏതാ വേണ്ടേ?
അല്ല താലി താലി എന്ന് വിളിക്കണ്ടെന്ന് എല്ലാരും പറയുന്നത്. സംഭവം ശരിയാണ്. ഒരു താലി താലി എന്നുള്ള ആ ഒരു ഇതിങ്ങനെ കുട്ടികൾക്ക് വലുതാവുമ്പോ ആ ഒരു പേരില് മാറ്റം വരുന്നുണ്ടല്ലോ. അപ്പം ഞാനാണ് താലി താലി എന്ന് വിളിച്ച അങ്ങനെ ആയത്. ഞാൻ വിചാരിക്കുന്നുണ്ട് ഒന്നെങ്കിൽ ലിയാന്ന് വിളിക്ക അല്ലെങ്കിൽ താലിയാന്ന് തന്നെ വിളിക്കാം. കാരണം താലിയാന്ന് വിളിക്കാമല്ലോ. ഓക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിക്കാം. നമ്മളെ കുട്ടികളല്ലേ, എന്റെ മോളെ പൊന്നെ എന്തും വിളിക്കാമല്ലോ നമുക്ക്. വിഷയമുള്ള കാര്യമല്ല. ഏതായാലും ഇതാ നമ്മുടെ ഫ്ലൈറ്റ് ഇനിയിപ്പം അടുത്ത ഫ്ലൈറ്റ് ഇതാ ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ ടേക്ക് ഓഫ് ചെയ്യണതിന്റെ ഇടയിൽ ഇങ്ങനെ ഇങ്ങനെ വെറുപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ചെറുത് വാങ്ങി തരുമോ, ഇതിന്റെ ചെറുത് വാങ്ങി തരുമോ, അതൊക്കെയാണ് ഓന്റെ ചോദ്യങ്ങൾ. അത് മാത്രല്ല ഓന് ഇത് എന്താ മമ്മ അത് ബ്രേക്ക് കിട്ടണില്ലേ, ഇതെന്താ അങ്ങനെ ആക്കണില്ലേ, സംശയങ്ങളാണ് ഓന് കൂടുതൽ. മഷാല്ല അങ്ങനെയുള്ളവർക്ക് ഇതുണ്ടാവില്ല. അപ്പൊ നമ്മളെ താലിയമോള് അവളെ ഈ ചെവി നമ്മള് നന്നായിട്ട് ടൈറ്റൻ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. കാരണം ഒന്നെങ്കിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോ പാല് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ചെവി ഇങ്ങനെ ഒന്ന് വെക്കണം, എന്നാലാണ് കുട്ടികൾക്ക് ആ ഒരു കരച്ചിലില്ലാതിരിക്കുള്ളൂ. അപ്പം തലയൊക്കെ കുഴപ്പമൊന്നുമില്ല, നല്ല ടിപ്പ് പറഞ്ഞാൽ പാല് കൊടുത്താൽ മതി. പാല് കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ചെവി അടയില്ല എന്നാണ് പറയാറുള്ളത്. കരയും, നമ്മൾ വേറെന്തോ കരയാന്നുള്ളത്. അപ്പൊ നല്ല സ്പീഡിൽ പോയിട്ട് സമയത്ത് നല്ലൊരു മർദ്ദം ഉണ്ടാവുമല്ലോ, ചെവിയിലേക്ക് അടിച്ചു കയറും, കുട്ടികൾക്ക് സഹിക്കാൻ കഴിയില്ല. അതന്നെ. അങ്ങനെ പിന്നെ നമ്മളിതാ നേരെ പൊന്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ആ ഒരു വ്യൂ. അപ്പം ഇൻഷാല്ലാ ഇനി ഫ്ലൈറ്റിൽ കയറാൻ ആഗ്രഹിക്കുന്നവർ കുറേ പേരുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ചിലപ്പം ഇനിയും നല്ല പൂതി വരുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ കയ്യട്ടല്ലേ. ചെറിയൊരു പൂതിയാണെങ്കിൽ ഒരു ബാംഗ്ലൂർക്കൊക്കെ പോയാൽ മതി. അല്ലാതെ തന്നെ അവിടെ എന്തോ ഒരു ഫ്ലൈറ്റിന്റെ ഒരു ഇതില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണേ, അങ്ങനെ എന്തോ ഒരു ഇത് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് അറിയില്ല. ഏതായാലും പിന്നെ നമ്മളെ ഉച്ച മയക്കത്തിന്റെ നേരാണല്ലോ. അപ്പം ഇസുക്കുട്ടനെ ഉമ്മ അങ്ങനെ മണിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ, കാലൊക്കെ ഒഴിഞ്ഞെടുത്തിട്ട്. അപ്പോൾ അവനൊന്നും ഉറങ്ങിയാലാണ് സെറ്റ് ആവുക. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര വർത്താനാണ്, മൂപ്പര് നിർത്തൂല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പിത്തന കളിച്ചുകൊണ്ടിരിക്കും അവിടെ. അങ്ങനെ നമ്മളിപ്പം ഏകദേശം ഇങ്ങനെ പൊന്തി നമ്മളാ ഒരു വിസിബിലിറ്റി ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം രാത്രിയിലെ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഈ ഓരോരോ മലകളും മാക്സിമം രാത്രി എടുക്കുക. രാത്രി നമ്മളൊരു ഗുഹന്റെ ഉള്ളിൽ ഇരിക്കുന്ന പോലെ, പകലാവുമ്പോൾ നമുക്ക് ആ പുറത്തത്തെ ഓരോ കാഴ്ചകളൊക്കെ കാണാം. മറ്റേത് നമ്മൾ രാത്രി ഫുൾ ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, അടിയിൽ നോക്കിയാൽ ലൈറ്റ് മാത്രം. പിന്നെ ഇത് ഇങ്ങനത്തെ ഈ ഒരു കാഴ്ച കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ രാവിലെ തന്നെ എടുക്കണം ഫ്ലൈറ്റ്. അപ്പൊ സത്യം പറഞ്ഞ ഉമ്മാനോട് നമ്മൾ അങ്ങനെ ഈ പുറത്ത് പോയാലുള്ള അവസ്ഥ പറഞ്ഞിട്ടില്ല. ഗുജറാത്തിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ. അതെ. അപ്പം ഇത് നമ്മളിപ്പം ഇവിടുത്തെ അത്ര വൃത്തി ഉണ്ടാവില്ല അവിടെ, അല്ലേ? അപ്പൊ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഇനി ഫുഡും കാര്യങ്ങളൊക്കെ പറ്റുമോ എന്താന്നുള്ളതൊന്നും അറിയില്ല. അതെ. അങ്ങനെ ഏകദേശം നമ്മളൊരു എത്ര ടൈം എയർപോർട്ടിലെത്തി 2 മണിയായി. പ്രയോറിറ്റി എടുത്ത ആൾക്കാരായിരുന്നു നമ്മള്. കാരണം എല്ലാ വരിയിലും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് കയറി പോയിട്ടുണ്ട് പ്രയോറിറ്റി എടുത്തോണ്ട്. പക്ഷെ പ്രയോറിറ്റി എടുത്ത ആൾക്ക് ആകെ 2 പെട്ടിന്റെ ഒരു പെട്ടിയെ കിട്ടി. ബാക്കി എല്ലാരും ഒരു മനുഷ്യൻ പോലും ഇല്ലാതായപ്പോ, കാരണം അത് നമുക്ക് വല്ലാത്തൊരു അടിയായിപ്പോയി. കാരണം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്തുനിന്ന് ഇത് ഏകദേശം 1 മണിക്കൂർ നിന്നതിന്റെ ശേഷമാണ് നമുക്ക് ആ ബാഗ് കിട്ടി. സാധനം അതിന്റെ ഐപാഡ്, ചാർജർ, ഡ്രസ്സ്, ഒരുപാട് സാധനമുണ്ട്. ആ പോയിട്ടുണ്ടെങ്കിൽ പോയത് തന്നെയാണ്. അപ്പൊ അതിനെപ്പറ്റി ചോദിച്ചിട്ട് അവർക്ക് ഒരു ഐഡിയ ഇല്ല, ഇത് എവിടെയെന്ന് അറിയില്ല. പ്രയോറിറ്റി എടുത്ത ആളുകളാണ്. നമ്മള് ലാസ്റ്റ് എഴുതി കൊടുത്തിട്ട് നമ്മളോട് പോവാനൊക്കെ പറഞ്ഞു. നമ്മൾ പോവാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോഴാണ് ഒരുത്തൻ ലാസ്റ്റ് ബാഗ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊന്ന് ചെക്ക് ചെയ്യണം. ഒരു പറഞ്ഞു നമ്മളോട് ബാംഗ്ലൂരിലൊക്കെ പോയോ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നമ്മള് ആകെ ടെൻഷനായി. ലഗേജിന്റെ കാര്യത്തിൽ ഏതായാലും ഒരു ഭയങ്കര സംഭവം ഫ്ലൈറ്റ് ഒന്നും ഉഷാറായിരുന്നു. പക്ഷെ ഈ കാര്യത്തിലൊന്നും വലിയ ഉഷാറായിട്ടില്ല. നമുക്ക് ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക്. നമ്മളിപ്പോ ഒരുപാട് ഫ്ലൈറ്റ് യാത്ര ചെയ്താണ്, പക്ഷെ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക്, അല്ല ഇങ്ങനെ ഒരു സംഭവം പറ്റുന്നത്. അത് പെട്ടി കിട്ടാത്തത് അല്ലെ, പ്രയോറിറ്റി എടുത്തിട്ടാ. നോർമൽ പ്രയോറിറ്റി എടുക്കാതെയാണ് പോലെ, ഇത് പ്രയോറിറ്റി എടുത്ത് എക്സ്ട്രാ പൈസ അടച്ചിട്ട് വരെ ലാസ്റ്റ് ഇങ്ങനെ പെട്ട അവസ്ഥ. ഏതായാലും നമുക്കൊരു ഇതുണ്ട്, നമ്മള് അങ്ങനെ വിചാരിക്കാം. ഉമ്മ ഏതായാലും ഭയങ്കര ടെൻഷൻ ആയിട്ടോ. ആദ്യമായിട്ടല്ല ഇങ്ങനെ ഇനിയിപ്പോ എന്താ ചെയ്യാ, നമ്മൾ ഇന്ന് തിരിച്ചു പോണോ അങ്ങനെയൊക്കെ ചോദിച്ചു ഉമ്മ. പിന്നെ ഏതായാലും അൽഹംദുലില്ലാ അവര് കൊണ്ടുവന്നപ്പോ തന്നെ നമുക്ക് പകുതി ജീവിതം ബേജാറൊന്നുമില്ല. എനിക്കിപ്പോ
അത് എങ്ങനെ പോലെ എത്തിച്ചു വരും, എവിടെയും പോവില്ലല്ലോ ഈ സാധനം. ഇപ്പൊ 2 കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ടാണ് മാറി മാറി 2 കേറുമ്പോഴുള്ള പ്രശ്നമാവും. ഏതായാലും അൽഹംദുലില്ലാ നമുക്ക് പിന്നെ ഏതായാലും കാരണം റെയിൽവേ സ്റ്റേഷനൊക്കെ ആണെങ്കിലാണ് ആരെങ്കിലും അടിച്ചു മാറ്റി പോവുക. ഇവിടെ പിന്നെ അങ്ങനെ അടിച്ചു മാറ്റി പോണ വിഷയം ഉണ്ടാവില്ല. അതെ അതെ. അങ്ങനെ പിന്നെ ഒരു ഓട്ടോക്ക് കയറിയതാണ്. ഒരുത്തൻ ഓട്ടോ ഉണ്ട് പറഞ്ഞാണ്ട് ഏകദേശം എയർപോർട്ടിൽ നിന്ന് 1 കിലോമീറ്റർ നടത്തിച്ചിട്ടാണ് ഞങ്ങളത് ഉമ്മാക്ക് ഈ ഫ്ലൈറ്റ് ഇറങ്ങിയ ഉടനെ തന്നെ ഇനിയിപ്പം ഈ കാറിൽ പോണ്ട, ഞാൻ ഉമ്മാക്ക് കാറിൽ പോയാൽ ഇങ്ങനെ ഛർദിക്കാൻ വരുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നല്ലൊരു ഓട്ടോ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ നല്ലൊരു ഓട്ടോ തന്നെ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മൾ അവിടുന്ന് ജസ്റ്റ് ഒന്ന് നിന്ന് നോക്കിയപ്പോ നല്ലൊരു ഓട്ടോ, ഏറ്റവും നല്ല ഓട്ടോ ആണ്. നല്ല അടിപൊളി സാധനം, ബെല്ലും ഇല്ല ബ്രേക്കും ഇല്ല ഒന്നുമില്ലാത്തൊരു സാധനം. ഏതായാലും നമ്മള് വിളിച്ചതല്ലേ, പിന്നെ നമ്മൾ അങ്ങോട്ട് കേറി. പിന്നെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇരിക്കാനും ആക്കാനൊക്കെ ഞാൻ ഫ്രണ്ടിലായിരിക്കും, നല്ല കാറ്റും കൊണ്ടിട്ട് അടിപൊളിയാണ്. പിന്നെ താലി ബേബിനൊക്കെ നമ്മൾ നല്ലോണം മറച്ചു പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ആ ഒരു ടെൻഷനും ഇല്ല. അങ്ങനെ ബായിനോട് കുറെ ഒക്കെ സംസാരിച്ച് നമ്മൾ ഇതാ അവിടെ എത്തിയിട്ടുണ്ട്, നമ്മളെ റൂമിൽ എത്തിയിട്ടുണ്ട്. നല്ല റെസ്റ്റിലാണ്. അതെ, മോളെ ഇറക്കിയിട്ടുണ്ട്. നമ്മളെ ഇസുകുട്ടന് ചെറുതായിട്ട് ഫോൺ കാണാണ്. നിസ്കാരം കാര്യങ്ങൾ കഴിഞ്ഞപ്പോ പോയതിന്റെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഓരോരുത്തരും ഇങ്ങനെ വിളിക്കും, നമ്മള് ലാൻഡ് ചെയ്തോന്നൊക്കെ ചോദിച്ചിട്ട് ഉപ്പിയും വരൊക്കെ അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരോടൊക്കെ ഇങ്ങനെ മറുപടിയൊക്കെ പറഞ്ഞു. ഉപ്പില്ലാത്തതിന്റെ കാരണം വെച്ചാൽ ഇവിടെ വല്യപ്പ ഉള്ളതുകൊണ്ട് 2 പേര് കൊണ്ടുപോകാൻ കഴിയാത്തോണ്ടാണ്. നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കൊണ്ടുപോകാൻ, പക്ഷെ ഓരോരോ സാഹചര്യങ്ങളല്ലേ, നോക്കിയിട്ട് കാര്യമില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിയിൽ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങാം. അതെ, നല്ല കങ്കാരു സഞ്ചിയിലൊക്കെ അതെ, ഓളെ ഏറ്റവും സേഫ് ആയിട്ടുള്ള പൊസിഷനിലാണ്. വേഗം ഉറങ്ങും. നമ്മളാ ചൂട് പറ്റിയിരിക്കില്ല, ഒന്നുമില്ല. കറക്റ്റ് അമ്മക്ക് കൈക്കടച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അവരിങ്ങനെ ഇതാക്കി എടുക്കുമ്പോഴേ. പിന്നെ നമ്മളെ തൊട്ടടുത്ത് തന്നെ ഫുഡിന്റെ സെക്ഷനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങോട്ടേക്ക് പോകണം. അപ്പം അവിടെയുള്ള ഓട്ടോ എടുത്തിട്ട് നമ്മള് ആ ഒരു ഫുഡിന്റെ ഏരിയയിലേക്ക് പോവാണ് കേട്ടോ. പക്ഷെ ഫുഡ് തന്നെ കഴിക്കാനുള്ള നേരെ ഉള്ളായിരുന്നു. മാർക്കറ്റ് അങ്ങനത്തെ ഒന്നും വല്ലാതെ ഇല്ല അവിടെ, നമ്മളാ നിൽക്കുന്ന ഏരിയയിലൊന്നും. ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേല്ല, നമ്മള് റൊട്ടി അവിടുന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ചിക്കൻ കറി ആയാലും വൈറ്റ് സോസ് ചിക്കൻ കറി എന്നാണ് പറഞ്ഞത്. അപ്പം ചെറിയൊരു മധുരം, അതെ മധുരം ആണ്. പിന്നെ ചോറും എല്ലാ ഒരു ഇതായില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ നമ്മള് ഉമ്മാനെ അവിടെ റിസപ്ഷനിലേക്ക് ഒക്കെ തിരിച്ചെത്തിയപ്പോ, അതെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചെത്തിയപ്പോ വെള്ളത്തിന് വേണ്ടിട്ട് വിളിപ്പിച്ച് ഹിന്ദി പറഞ്ഞ് പഠിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉമ്മ കോൾ ചെയ്ത് പർച്ചേസിങ്ങിന് പോകുന്ന സമയത്ത് കുട്ടികളെ ഒറ്റക്കായിരിക്കും, അപ്പൊ അതൊന്ന് പറഞ്ഞ് സെറ്റാക്കി കൊടുക്കാണ്. അതെ അതെ. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി പാട്ട് മറ്റുള്ള വീഡിയോയിലായിട്ട് കാണാം അല്ലേ.